ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ ഒരു ബ്രൈഡിൻ്റെ ബ്ലൗസാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയും വലിയൊരു ബോർഡറാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബോർഡറുള്ള ഡിസൈൻ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസിനെ എങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നെക്കിലും അതുപോലെ ഫ്രണ്ടിൻ്റെ പകുതി പോർഷനിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആര്യ വർക്കിൻ്റെ സ്റ്റാൻഡിൽ ഇതുപോലെ ബ്ലൗസിൻ്റെ സ്ലീവ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ആ സൈഡിൽ അറ്റത്ത് നമുക്ക് തുണി ബാക്കിയില്ലാത്തത് കൊണ്ട് ഇതുപോലെ നൂലിട്ടിട്ട് ഞാൻ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഫിറ്റിങ്ങിൽ നമുക്കതവിടെ കിട്ടും. അപ്പം പിന്നെ ഇവിടെയാണ് നമ്മളിതിൻ്റെ ശരിക്കും സ്റ്റിച്ച് വരുന്നത്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഞാനൊരു ചെറിയ സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൽ മൊത്തം ഇതുപോലെ അവിടെ ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ ലൈൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈൻസ് കൂടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ഈ സ്ലീവിൻ്റെ അറ്റത്ത് നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണോ വെക്കാൻ പറ്റുന്നത് ആ രീതിയിലൊന്ന് വെക്കാം. ഇപ്പോൾ ഇതിനായിട്ട് കട്ട് ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. റെയിൻബോ കട്ട് ബീഡ്സാണ്. പിന്നെ നമ്മൾ തുണിയാണോ എടുക്കുന്നത് അതേ കളറ് ത്രെഡും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ആര്യ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും സാധാരണ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. ഞാൻ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനും കുറച്ചുകൂടി നല്ല നമുക്ക് ഒരു കംഫർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നൂലാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആര്യ വർക്ക് ചെയ്യുന്ന ആ നീഡിലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കെട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അറ്റത്ത് നിന്ന് ഒന്ന് സൂചി കുത്തിയെടുക്കുകയാണ് കേട്ടോ. നൂല് നമ്മൾ മുകളിലേക്ക് എടുത്തു. ഇനി നമ്മൾ ഈ നീഡിൽ ഫുള്ള് ആ കട്ട് ബീഡ്സ്, റെയിൻബോ കട്ട് ബീഡ്സ്, ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സാണ് ലോഡ് ചെയ്തു. എന്നിട്ട് ഓരോന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഓരോന്ന് വെച്ചിട്ട് നമ്മളിതെങ്ങനെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. പതിയെ നീഡിൽ നമ്മൾ കുത്തനെ പിടിച്ചിട്ട് ചെയ്യുക കേട്ടോ ത്രെഡ് എടുക്കുമ്പോൾ. എന്നിട്ട് വേണം നമ്മൾ ചരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ നൂലൊക്കെ കുടുങ്ങും. അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് കുത്തനെ പിടിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇനി ലെങ്ത്ത് കൂട്ടണില്ല. ഇതുപോലെ നമുക്ക് ഈ എല്ലാ ലൈൻസും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ഫുള്ള് ലൈൻസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് വെച്ചിട്ട് ഞാൻ ആ സ്ലീവിൻ്റെ മൊത്തം എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ബീഡ്സ് ഉണ്ട്. ഗോൾഡൻ കളറിലുള്ള കുറച്ച് നീളത്തിലുള്ള 2 ബീഡ്സും അതുപോലെ ഗോൾഡൻ ബീഡ്സും വെച്ചിട്ട് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഒരു 6 പോലെ കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെയുള്ള ഗോൾഡൻ 2 ബീഡ്സാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മൾ ഏത് തുണിയാണ് എടുക്കുന്നത് അതിൻ്റെ അതേ കളറ് ത്രെഡും പിന്നെ ഒരു സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ആക്കിയിട്ടാണ് 2 ഇഴയായിട്ടാണ് ആ സൂചിയിൽ കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഇഴ കിട്ടും. പിന്നെ ഇതുപോലെ നമ്മൾ 6 പോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സൂചിയിലോട്ട് ആ നീളത്തിലുള്ള 2 ബീഡ് ഒന്ന് കോർത്തിട്ട് ഒന്ന് ചെരിച്ചൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെരിച്ച് കുത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ചെരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് ഇതിനെ കുത്തിയെടുത്തിട്ട് 6 പോലെ ആവണമെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പമാണ് ഇങ്ങനെ 6 ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മൊത്തം ആ ഒരു ലൈന് മൊത്തത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഇപ്പം നമ്മളിതാ സിക്സാഗ് മൊത്തം ആ ഒരു ലൈനിൽ മൊത്തം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിക്സാഗിൻ്റെ ഓരോ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അവിടെ നമ്മളിതാ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡാണ് വെച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ സൂചി കുത്തിയെടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബീഡ് കുത്തി കൊടുക്കുക. ഇങ്ങനെ താഴോട്ട് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കിട്ടില്ലേ. അതേപോലെ തന്നെ ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ഗ്യാപ്പും ഇതുപോലെ ഓരോ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് നമുക്ക് തുന്നിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ചുരിദാറിലോ ഏതെങ്കിലും സ്ലീവിലൊക്കെ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിട്ട് നമുക്കിതിനെ ചെയ്യാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമുക്കിത് മൊത്തത്തിലൊന്ന് ചെയ്തിട്ട് കണ്ടു നോക്കാം. ഇപ്പം നമ്മളിതാ ഇവിടെ മൊത്തം ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗോൾഡൻ ബീഡ് തന്നെ ഇതിൻ്റെ മുകളിലത്തെ ആ ലെയറിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആര്യ വർക്ക് വെച്ചിട്ടാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നൂലിന് 2 നൂലാണ് കേട്ടോ ഞാൻ വെച്ച് ചെയ്യുന്നത്, കാണാനില്ലേ. അപ്പോൾ അത് ഇതുപോലെ ഓരോരോ ബീഡ്സോ അല്ലെങ്കിൽ 2 ഗോൾഡൻ ബീഡ്സോ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കൂടുതലാവരുത്, കൂടുതലായി കഴിഞ്ഞാൽ അത് വളഞ്ഞിട്ടൊക്കെ ഇരിക്കും, അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോന്ന് വെച്ചിട്ടാണ് ആ ഗോൾഡൻ ബീഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും ഇതേപോലെ എളുപ്പമാണ്. ഈ ഒരൊറ്റ സ്റ്റിച്ച് നമുക്ക് മൊത്തത്തിൽ ആ ഒരു ലൈന് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ലെയർ മൊത്തം ഇതുപോലെ ഗോൾഡൻ ബീഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്തതുപോലെ ആ സിക്സാഗ് ഈ ഒരു നെക്സ്റ്റ് ലൈനിൽ നമ്മൾ അടിയിലും മുകളിലായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ കണ്ടില്ലേ. ഇനി ഞാനത് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചില്ലാത്തത് നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ അതേപോലെ തന്നെ സിക്സാഗ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയർ അടിയിൽ കൊടുത്തിട്ടില്ലേ ആ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് അത് ചെയ്തെടുക്കുക. പിന്നെ അടുത്ത ഈ ലെയറിൽ നമ്മൾ ആ ഒരു സിക്സാഗ് കൊണ്ട് അടിയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അടിയിലായിട്ടല്ല, മുകളിലായിട്ടാണ് ഞാൻ ആ സിക്സാഗ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ അടിഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു കുന്തൻ സ്റ്റോൺ, ഒരു മീഡിയം സൈസിലുള്ള കുന്തൻ സ്റ്റോൺ ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അതിന് നമ്മൾ B7000 പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഗ്ലൂ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഒന്നുകൂടി ഫാബ്രിക് ഗ്ലൂവിനെക്കാട്ടിയും കൂടുതൽ നല്ലതുപോലെ ഒട്ടുന്ന ഒരു പശയാണിത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇപ്പം എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോരോ ഗ്യാപ്പ് ഒരു ഇഞ്ചിൻ്റെയൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഞാൻ ആ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ള് ആ ഒരു ലൈന് മൊത്തം ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കുന്തൻ സ്റ്റോണിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ഗോബി ഷേപ്പിലുള്ള ഒരു ഗോൾഡൻ ബീഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇതുപോലെ ആ കുന്തൻ സ്റ്റോണിൻ്റെ സൈഡിൽ നിന്നൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ സെൻട്രൽ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഒരു വി ഷേപ്പിൽ നമ്മൾ ആ കുന്തൻ സ്റ്റോണിനെ മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എടുക്കുക, ആ ഒരു ഗോബി സ്റ്റോണ് ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഈ അടിഭാഗത്തെ ഡിസൈൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കുന്തൻ സ്റ്റോണിൻ്റെ മുകളിലൂടെയും ഈ ഒരു വി ഷേപ്പിൽ നമുക്ക് ഈ ഗോബി ഗോൾഡൻ ബീഡ് നമുക്ക് വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മളിതാ ആ ഒരു ഗോൾഡൻ ഗോബി ബീഡ് വെച്ചിട്ട് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ വീണ്ടും
ആവർത്തിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ലൈനിൽ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലുള്ള ലൈനിൽ നമ്മളിപ്പോൾ ചെയ്തെടുത്ത ആ ഒരു ഡിസൈന് ചെയ്തെടുക്കുക. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഈ ഒരൊറ്റ സ്ലീവിൽ കേട്ടോ. വേറൊരു ഡിസൈനും ഞാനതിലിപ്പോൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഇനി നമ്മൾ ഈ ഓരോ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഒരു മീഡിയം സൈസിലുള്ള ഷുഗർ ബീഡ് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഇനിയിപ്പോൾ രാത്രിയാവാനാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് ഇപ്പോൾ നേരത്തെ വേഗം ചെയ്ത് കൊടുക്കാനുള്ളതും കൊണ്ടും ഞാനപ്പോൾ അത് വേഗം ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എളുപ്പമാണ്. സാധാരണ ആ ഒരു ഷുഗർ ബീഡ് ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് അങ്ങനെ ചിതറി കിടക്കുന്നത് പോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. നെക്കിൽ ഞാൻ ഇതുപോലെ നമ്മുടെ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, ഗോൾഡൻ കട്ട് ബീഡ്സ് ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈന് ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഒരു ലൈന് കട്ട് ബീഡ് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്യാനാണ് പോകുന്നത്. കണ്ടില്ലേ, നമ്മുടെ ആ ഗോൾഡൻ കളറിലുള്ള ഗോപി ബീഡും അതുപോലെ കുന്തൻ ബീഡും ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ നെക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 2 ഗോപി ബീഡ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്ത പോലെ ഒന്ന് വി ഷേപ്പിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാനായിട്ട് ഒരു ഗോപി ബീഡും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡും ഇതുപോലെ വെച്ചിട്ട് താഴോട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഇപ്പം നമ്മൾ കാണുമ്പോൾ അത് മുകളിലോട്ടാണ്, പക്ഷേ ഇത് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ അത് നമുക്കൊരു ഡിസൈനായി. ഇതേ ഡിസൈൻ തന്നെ കുറച്ച് ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാറിയിട്ട് നെക്സ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനതാ ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് മാറിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഗോപി ബീഡ് ഇതുപോലെ ഒന്ന് ചരിച്ച് വി ഷേപ്പിലൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗോപി ബീഡും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡും ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുത്ത് സെൻറ്റർ ഭാഗത്ത് നിന്ന് കുത്തിയെടുത്ത് താഴോട്ടേക്ക് കുത്തി കൊടുക്കുക. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ 2 ഡിസൈൻ കിട്ടിയിട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ ഒരു ഗോൾഡൻ ബീഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഞാനത് സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ സൂചി കോർത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഒരു 2 ബീഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു വി ഷേപ്പിലൊന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ 6 ആഗ് ചെയ്ത ആ 2 ബീഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ കുന്തൻ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് ആ നെക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു നെക്കും നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഞാൻ ആ ഒരു നെക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു. B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഞാൻ നെക്കിൽ കുന്തൻ സ്റ്റോൺ വെക്കുമ്പോൾ സ്ലീവിൽ ഇതിനും ചെറുതാണ് വെച്ചത്. ഇവിടെ ഞാൻ കുറച്ചുകൂടി വലുതാണ് കേട്ടോ വെക്കുന്നത്. നെക്കായതുകൊണ്ട് കുറച്ചുകൂടി വലുതാണ് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് മൊത്തത്തിൽ ഇതേപോലെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ നമ്മുടെ ഞാൻ നേരത്തെ ചെയ്ത ആ സ്ലീവിൽ ഒരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതുപോലെ ഇതാണ് കേട്ടോ. കണ്ടില്ലേ, സ്ലീവിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ് അല്ല, ഷുഗർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. കണ്ടില്ലേ, ബാക്ക് വശം കാണാൻ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കാണാൻ ഒരു വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ചെയ്ത ഒരു ഫോട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.